അബുദാബിയിൽ നിന്ന് വന്നിട്ട് 3 ആഴ്ചയൊക്കെ ആയി. ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് പോകാനുള്ള കാരണം എൻ്റെ വീട്ടിലൊക്കെ കല്യാണമാണ്. അതായത് എൻ്റെ മാമൻ്റെ മക്കൾക്കും അമ്മായിൻ്റെ മക്കൾക്കൊക്കെ കല്യാണമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പോവാൻ വെച്ചിട്ടാണ് ഇന്ന് പോണത്. കാരണം നെഗറ്റീവ് റിസൾട്ടും വേണമായിരുന്നു. അപ്പോൾ 5-ാം തീയതി ഞങ്ങൾ ടെസ്റ്റ് എടുത്തിരുന്നു. ഞങ്ങൾക്ക് ഞായറാഴ്ച റിസൾട്ടും വന്നു. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകിലൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. ചെറിയ മോന് എൻ്റെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉറക്കൊന്നും അങ്ങനെ ഉറങ്ങിയിട്ടില്ല. മൂത്താൽ നല്ല ഉഷാറായി കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നാഷണൽ ഹൈവേ ഒക്കെ എത്തി. വീട്ടിൽ നിന്ന് 4:30 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരു 4:45 കഴിഞ്ഞ്. അപ്പോൾ നാഷണൽ ഹൈവേ എത്തി. രാവിലെ നല്ല രസമാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ. വലിയ തിരക്കൊന്നുമില്ല. നല്ല AC ഒന്നും ഇടാതെ വണ്ടിയിൽ വരാൻ നല്ല തണുപ്പും വേനൽക്കാലാണെങ്കിലും നല്ല രസമാണ്. നല്ല കുറവുണ്ടോ ഇവിടുന്ന് മായക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഉറക്ക് വരണല്ലേ എനിക്ക്? ഈ സ്ഥലത്തിന് കക്കാട് പറയണത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ 1000 രൂപയ്ക്ക് മാത്രം പെട്രോൾ അടിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ വണ്ടിയിൽ അങ്ങനെ പെട്രോളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതടിച്ചിട്ട് ഞങ്ങൾ മായിക്ക് വിടുകയാണ്. മായി നിന്നാണ് ഇനി ഞങ്ങൾ പെട്രോളിലൊക്കെ അടിക്കാമെന്ന് വിചാരിച്ച് പോവാൻ. ഇനി നെക്സ്റ്റ് ഞങ്ങൾ കോഴിക്കോട് ഡെസ്റ്റിനേഷനാണ്. കോഴിക്കോട് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്. ആസ് യൂഷ്വൽ കണ്ണൊക്കെ നല്ല ബ്രൈറ്റ് അടിച്ച് കണ്ടാണ് ആൾക്കാർ വരുന്നത്. ഒരാളും ബ്രൈറ്റ് താത്തൂല. അതാണ് പ്രശ്നം. രാത്രി യാത്ര ഒഴിവാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കല്യാണം കഴിഞ്ഞിട്ട് 6 കൊല്ലമായി. ഈ 6 കൊല്ലത്തിൽ ഞാൻ ഒരൊറ്റ പ്രാവശ്യം ബൈ റോഡ് പോയിട്ടുള്ളൂ. പിന്നെ ഞാൻ ട്രെയിനിൽ AC ബുക്ക് ചെയ്യും. അതുപോലെ അതാണ് AC. ഈ പ്രാവശ്യം ഞാൻ ട്രെയിനിൽ പോകാനൊരു മടി. അപ്പോൾ പിന്നെ ഡ്രൈവ് ചെയ്ത് തന്നെ പോവാൻ വിചാരിച്ചു. എന്താ കാണണേ? എന്താണ് കാണുന്നത്? എവിടെ കഴിച്ചിന് പോണേ? മംഗലാപുരത്തേക്ക്. അവിടെ ആരാ? വ്യൂ നോക്കണം. ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് ബാക്കിലുള്ളവനും ഫ്രണ്ടിലുള്ളവനും എല്ലാവരും കൂടി കുറേ പാലം വരുമല്ലോ, റിവറുണ്ട്, അതിൽ ഫുള്ള് നോക്കുക. അതുപോലെ ഇഷ്ടം പോലെ ലോറീസാണ്. ഞങ്ങൾ മുമ്പിൽ 3-4 ലോറിയാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ രസത്തിൽ നോക്കി കണ്ടിരിക്കുക. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ മായി എത്തി പെട്രോൾ അടിച്ച്. പെട്രോൾ ബങ്കിൽ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ നിന്ന്. അത് ഞാൻ രാവിലെ കഞ്ഞിയും ദോശ അങ്ങനെ കുട്ടികൾക്കുള്ളത് പുറത്തുനിന്നൊന്നും മേടിക്കണ്ട വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ മൂത്ത മോൾക്ക് ദോശ കൊടുത്ത് ഇലയാലേക്ക് കഞ്ഞി കൊടുത്ത്. ഇലയാൽ കുടിക്കാൻ മടിയനാണ്, എന്നാലും കുറച്ചൊക്കെ കൊടുത്ത്. മായിന്ന് അതായത് ഞങ്ങൾ മലപ്പുറത്തുനിന്ന് കോഴിക്കോട് ടച്ചൊക്കെ ചെയ്തിപ്പം മാഹിയൊക്കെ വരുമ്പോൾ വേറൊരു എന്താ പറയുക ക്ലൈമറ്റും അതുപോലെ വേറൊരു വീവ് ആണ്, വേറെ സീനറി. റോഡും അങ്ങനെയാണ്, അത്ര വലിപ്പമൊന്നുമില്ല, കുറച്ച് ചെറിയ റോഡ് ആണ്. വേറൊരു നമുക്ക് ഓരോ സിറ്റിക്ക് മാറുമ്പോൾ ഓരോരോ ചേഞ്ചസ് മനസ്സിലാവും. ലോങ് ഡ്രൈവിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഞാൻ കുറേ കാലമൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല കേട്ടോ. ഞാൻ കണ്ണൂർ കഴിഞ്ഞില്ലേ? കണ്ണൂർ തന്നെയാണ്. ടൗൺ എത്തണുള്ളൂ. അപ്പം ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല. നല്ല റെസ്റ്റോറൻറ്റ് വെയിറ്റ് ചെയ്യാണ്. കണ്ണൂർ അതെ ടൗണായി വന്ന അപ്പോൾ ഉച്ചയാകുമ്പോൾ തോന്നുന്നുണ്ട്. കൊറോണ ആയിട്ടും തോന്നുന്നുണ്ട്. റൂട്ടിലങ്ങനെ കാര്യമായിട്ട് ആൾക്കാർ
ഓഫറൊന്നുമില്ല റെസിപ്പി. രാവിലെ ആയിട്ടൊന്നും 8 മണിയായിട്ടുള്ള 7:45 അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. ആൾക്കാരൊക്കെ കുറവാണ്. അപ്പോൾ സ്പീഡിൽ പോവാം. തലശ്ശേരിയിൽ നിന്നൊക്കെ ആയി. ഒരു 8 മണിക്ക് മുമ്പ് തന്നെ അത്യാവശ്യം ഞങ്ങൾ എത്തി. റോഡും ക്ലിയർ ആയിരുന്നു, തിരക്കുമില്ലായിരുന്നു. ലോറികൾ മാത്രമാണ്, എന്നാലും ഓവർടേക്കൊക്കെ ചെയ്യണം. അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റൊക്കെ തപ്പി നമ്മൾ. വേറൊന്നുമില്ല. അതെന്താ മറ്റേ വയലില് പുട്ടാ തായെന്താ പിന്നെ മുട്ട റോസ്റ്റ്, പൂരി മുട്ട റോസ്റ്റ്, ചിക്കൻ ബിരിയാണി. രാവിലെ ബിരിയാണിയാണ്. അല്ല ബീഫ് എന്താണ്? ബീഫല്ല, പുട്ടെന്നല്ല അർത്ഥം. പുട്ട് ഉപ്മാവെങ്കിൽ ഉപ്മാവ്. വിശക്കണം. നമുക്ക് റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ വൈക്ക്. ചായ കുടിച്ച് ഫാമിലി റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഓപ്പൺ അല്ല. 8 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ, അതുകൊണ്ടാകും. പിന്നെ ഞങ്ങൾ ഉപ്മാവും നല്ല സമാവർ ചായയും കുടിച്ച് ഒന്ന് ഫ്രഷായി. ഇപ്പോൾ എവിടെ ഐസബി? തളിപ്പറമ്പ്. പിന്നെ ഒരു 70 കിലോമീറ്ററൊക്കെ കാസർഗോഡേക്കുള്ളൂ. നമുക്ക് നോക്കാം. നമുക്ക് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റ് 72 ഹവേഴ്സിന് മുമ്പ് ബോർഡർ എത്തണം എന്നാണ് പറഞ്ഞത്. അതിന് എങ്ങനെ ക്യൂ ഉണ്ട് ഒന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. എന്തിനാ ഡ്രസ്സ് ഊരിക്കണേ? ഡ്രസ്സ് എന്തിനാ ഊരിക്കണേ? എന്തിനാ? എന്നാ ആ ഡ്രസ്സ് എടുത്തിട്ടോ. എന്തിനാ ഡ്രസ്സില്ലാതെ നിൽക്കണേ? ഡ്രസ്സ് ഉണ്ട് അവിടെ ബാഗിൽ, അതെടുത്തിട്ടോ. ചൂടെടുക്കണ്ടേ? ഞങ്ങൾ മായും തലശ്ശേരി ഒക്കെ കഴിഞ്ഞ് കണ്ണൂർ വരുമ്പോൾ അത് വേറൊരു വ്യൂവും ക്ലൈമറ്റാണ്. അങ്ങനെ ഞങ്ങളൊരു 9 മണിയൊക്കെ ആകുമ്പോൾ കാസർഗോഡേക്ക് ഒരു 50 കിലോമീറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രാവിലെ ഉപ്മാവ് മാത്രം കഴിച്ചത് ആണ് വൈകുന്നത്. നല്ല റെസ്റ്റോറൻറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ നല്ല ചൂടെടുക്കാനൊക്കെ തുടങ്ങി. കുട്ടികളൊന്ന് പുറത്തിറക്കാൻ വിചാരിച്ചു. അവരൊക്കെ എണീച്ച് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പെയിൻറ്റ് പറയുന്ന ഒരു റിഫ്രഷ്മെൻറ്റും ഉണ്ട്. നമുക്കൊന്ന് റിഫ്രഷ് ആവാനും ഉണ്ടായിരുന്നു. എന്താ ചെറുതിരിക്കണേ? ഗ്രിപ്പ് ഇട്ടുണ്ടാവില്ല അല്ലേ? നിക്ക് പിടിച്ച് നിക്കാൻ പറ. ഇവിടെ നിക്ക് ഇലാശോ ഇവിടെ വന്ന് പിടിച്ച് നിക്ക്. പോരെ, നമുക്ക് ഐസ്ക്രീം കഴിക്കാം. പോരെ. ഐസ്ക്രീം കിമി മറ്റേ കൊണ്ടുപോ പറ്റൂല. നോക്കിക്കോണ്ടി മറ്റേ കൊണ്ടുപോ. ആ ചെറിയ സ്പൂൺ അതാ അല്ല, ആ കൊടുത്താളോ, അവൻ തിന്നോളൂ. അങ്ങ് ചെറുതാ മതിയാ സ്പൂണ്?
രണ്ടും കൂടി എടുത്ത് വെച്ചാൽ കുറെ പോകാണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കാസർഗോഡ് ഒരു 50 കിലോമീറ്റേഴ്സ് അല്ലേ 50 കിലോമീറ്റേഴ്സ് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ബോർഡറിൽ എങ്ങനെ അറിയില്ല, ടെസ്റ്റ് റിസൾട്ടൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് എങ്ങനെ അറിയില്ല. എന്തായാലും 9:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോയാൽ അവിടെ ഒരു മണിക്കൂർ അങ്ങനെ ഒന്നൊരു റിഫ്രഷായി കുട്ടികൾക്കൊന്ന് പുറത്തിറക്കി പെട്ടെന്ന് ഞങ്ങൾ തലപ്പാടി ബോർഡറിന് എത്താനുള്ള സ്പീഡിൽ അങ്ങോട്ട് എടുത്തു. കാരണം 72 hours നെഗറ്റീവ് റിസൾട്ട് വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു ബോർഡറിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ തലപ്പാടി ബോർഡറിലെത്തി. അവിടെ നമുക്ക് ഒരു ടോൾ കൊടുക്കാനുണ്ട് 80 rupees. അവിടെ ഞങ്ങൾ ടോളും കൊടുത്ത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ റിസൾട്ടൊക്കെ കാണിക്കേണ്ടി വരുമെന്ന്. തലപ്പാടി കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ നോക്കിയിരിക്കും എവിടെയെങ്കിലും അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചോദിക്കുമോയെന്ന്. അങ്ങനെ ഞാൻ പമ്പയിൽ വരെ വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കോ പറഞ്ഞിട്ട് ആരൊന്നും ചോദിക്കണമില്ല. റോഡിലങ്ങനെ കാര്യമായിട്ട് വണ്ടിയുമില്ല. ഒരു 11:45 12 o'clock ഒക്കെ ആയി തുടങ്ങിയിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലൈ ഓവറിൽ വരുന്നത്. ഇതാണ് ഞങ്ങളെ പമ്പയിലെ പുതിയ ഫ്ലൈ ഓവർ. 10 years വെയിറ്റ് ചെയ്തിട്ട് ശേഷമാണ് ഈ ഫ്ലൈ ഓവർ ഉണ്ടായത്. എന്നാലും ലേറ്റായാലും ഉഷാറായിരുന്നു. ഇതാണ് ഞങ്ങളെ നേത്രാവതി. ഇപ്പോൾ ഈ 2 സൈഡിലും നെറ്റ് വെച്ച് അടിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ അവിടെ സൂസൈഡ് ചെയ്തിട്ട് നെറ്റ് വെച്ചിട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല വലിയൊരു ബ്രിഡ്ജാണിത്. മനസ്സിനൊരു സന്തോഷമാണ് വണ്ടി ഓട്ടി വരുമ്പോൾ. ട്രെയിനിൽ വരുമ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നും തോന്നില്ല, അങ്ങോട്ട് കയറി കിടക്കും. വണ്ടിയിൽ വരുമ്പോൾ നല്ലൊരു രസമാണ്. പക്ഷേ ഒരുപാട് എന്താ പറയുക, സെബി ഒറ്റയ്ക്ക് ഓട്ടുന്ന കൊണ്ടോട്ടോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഞാൻ ഓട്ടിയിട്ടുമില്ല. പിന്നെ എനിക്ക് മെയിൻ റോഡിലൊക്കെ ഓട്ടാൻ പേടിയാണ്. ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് ഓട്ടുമെന്നല്ലാതെ അങ്ങനെ എക്സ്പെർട്ട് ഡ്രൈവറൊന്നുമില്ല. ഇതാണ് ഞങ്ങൾ മാംഗ്ലൂരത്തെ അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റൽ, ഏജ് ഹോസ്പിറ്റൽ പറയും. അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലാണ് ഇത്. ഞങ്ങൾ ബോംബെ റോഡിൽ തന്നെ ഉള്ളതാണ്. അതായത് എൻ്റെ വീട് മാംഗ്ലൂർ അല്ല, സുറത്കലാണ്. അതായത് മാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ ഉടുപ്പി മണിപ്പാൽ അങ്ങനെ പോകുന്ന വഴിയിലാണ് എൻ്റെ വീട്. അപ്പോൾ അത് മാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരു 15 kilometers ഉണ്ടാവും. അപ്പോൾ ഒരു 10-15 മിനിറ്റ്, മാക്സിമം ഒരു 20 മിനിറ്റ് ഉണ്ടാവും. എന്തായാലും കൊറോണയ്ക്ക് ശേഷം റോഡിൽ ആൾക്കാരില്ല. ഞങ്ങളിങ്ങനെ ടൗണിലൊക്കെ പോകുമ്പോൾ വിചാരിക്കും നല്ല ആൾക്കാരാണല്ലോ എന്നൊക്കെ. ബട്ട് ഹൈവേയിൽ 300 kilometer ഇങ്ങോട്ട് വരുമ്പോഴും ലോറി കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ അങ്ങനെ കാര്യമായിട്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇനി വർക്കിംഗ് ഡേ വന്നിട്ടാണോന്നൊന്നും അറിയില്ല, എന്നാലും ആൾക്കാരില്ല. ഞാൻ ഇപ്പോൾ അടുത്ത സൈഡിൽ കാണിക്കുന്നതാണ് ഞങ്ങളെ മല്യ. അത് വിജയമല്യാൻ്റെ ഒരു മാംഗ്ലൂർ ഫെർട്ടിലൈസർ പറഞ്ഞ ഒരു കെമിക്കൽ ഫാക്ടറിയാണ് ഈ സൈഡിൽ ഞാൻ കാണിക്കാനുള്ളത്. അത്യാവശ്യം ഏക്കറുകളിൽ ഉള്ള ഒരു ഇതാണ്. ഇപ്പോൾ കാണിക്കാനുള്ളത് മാംഗ്ലൂർ പോർട്ടാണ്. അതായത് തുറമുഖം എന്നൊക്കെ പറയില്ലേ, പോർട്ട്, അതാണ് മാംഗ്ലൂർ പോർട്ടും മറ്റേ മല്യാൻ്റെ ഫെർട്ടിലൈസേഴ്സും അപ്പുറത്തും ഇപ്പുറത്തും ആണ്, ഓപ്പോസിറ്റ് 2 സൈഡിലാണ്. ഇതൊരു കാലത്ത് എൻ്റെ നാടായിരുന്നു. അതായത് 50 കൊല്ലം മുമ്പ് ഞങ്ങളുടെ നാട് ഇതായിരുന്നു. സുറത്കല്ലല്ലായിരുന്നു ഞങ്ങളുടെ വീട്, പനമ്പൂർ ആ സൈഡായിരുന്നു. പിന്നെ അത് അക്വയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ ഭാഗത്ത് എല്ലാ നാട്ടുകാരും 50 കൊല്ലത്തിന് മുമ്പ് എൻ്റെ മമ്മിയൊക്കെ കുട്ടി ഉണ്ടാകുന്ന സമയത്താണ്. അപ്പോൾ ഈ സ്ഥലത്തു നിന്നും എൻ്റെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ അവർക്കൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ട്. അതിനുശേഷം ഇവിടെ പോട്ടൊക്കെ വന്ന് ഞങ്ങളുടെ സ്ഥലത്ത്, അതായത് 3-4 നാട് പോയി. അതിൻ്റെ പകരം ഞങ്ങൾക്ക് അവിടെ ലാൻഡ് തന്ന് അങ്ങനെ ഒരു 50-55 കൊല്ലം മുമ്പൊക്കെ അവർ സെറ്റിൽഡ് ആയതാണ്. ഇതാണ് ഞങ്ങൾ മാംഗ്ലൂർ കസ്റ്റംസ്.
അതായത് മാംഗ്ലൂരിൽ നിന്ന് വിട്ടാൽ പിന്നെ ഫുള്ള് കുറേ ഫാക്ടറീസും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ ടൗൺ എത്തി. എൻ്റെ സ്ഥലത്തിൻ്റെ പേര് സുറത്കലിന് ചൊക്കബിട്ടു എന്നൊക്കെ പറയും. എൻ്റെ ടൗണാണിത്, എൻ്റെ സ്വന്തം ടൗൺ, ഞാൻ കളിച്ച് വളർന്ന ഒരു ടൗൺ. ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്, കുറേ ഒന്നും പോകാനില്ല. അവിടെ നിന്നൊരു 3-4 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അതാണ് ഞങ്ങളുടെ നാട്ടിലെ സലഫി പള്ളി. സുന്നിപ്പള്ളി വേറെ ഒരു വശത്താണ്, ആ സൈഡിൽ ഞാൻ വന്നിട്ടില്ല. ഞാൻ ഈ സൈഡിൽ കൂടി എളുപ്പത്തിലാണ് വന്നത്. അങ്ങനെ അവസാനം ഞാൻ വീടെത്തി. വീട്ടിൽ ഞങ്ങൾ വന്നിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് കുട്ടികളൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇവർ. മമ്മിയും ഡാഡിയും ബ്രദറൊക്കെ വെയിറ്റ് ചെയ്യായിരുന്നു. കുട്ടികളൊക്കെ ഉറങ്ങാണ്. അവർക്കൊക്കെ എത്തിയപ്പോൾ ഇവരെടുത്തപ്പോൾ ഒന്ന് അവർ അന്തം വിട്ടു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഗാർഡനൊക്കെ ഒന്ന് നോക്കി. ഞാൻ വീട്ടിൽ വന്നിട്ട് 1 ഇയർ കഴിഞ്ഞു. ഞങ്ങളിത് ആദ്യം ഫ്ലാറ്റിലായിരുന്നു, ഇപ്പോൾ വീട് മേടിച്ചിട്ട് 2 ഇയേഴ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ മമ്മി നല്ല ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചുറ്റി ഒന്ന് നോക്കി. വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമൊക്കെ ആയി. അതൊക്കെ മമ്മീൻ്റെ ഫ്രീ ടൈമിലുള്ള കലാപരിപാടികളാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ മാംഗ്ലൂർ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.